കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു നല്ല ബോളിവുഡ് ചിത്രം കാണുന്നത്, ചാവ. വിക്കി കൗശൽ പൊളിച്ചടുക്കിയിട്ടുള്ള ഈ ഒരു മൂവിയിൽ ആൾ മറ്റേ നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജുവിൻ്റെ മകനായ സംഭാജിയായിട്ടാണ് വേഷമിട്ടിരിക്കുന്നത്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫ് കണ്ടെത്തതാണ് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ഈ ഒരു ശിവാജിയുടെ മരണത്തിന് ശേഷം ഈ ഒരു മറാത്തി എംപയറിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്ത, അല്ലെങ്കിൽ മുഗൾ എംപയേഴ്സിനെതിരെ യുദ്ധം ചെയ്ത അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വാർഫെയർസൊക്കെ എങ്ങനെയായിരുന്നു, ഇതന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് കണ്ടെത്ത ആ ഒരു പോർഷൻ മാത്രമാണ് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സോ ബാക്ക് സ്റ്റോറീസോ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിൻ, അദ്ദേഹത്തിൻ്റെ പഴയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ, ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെത്ത് പോർഷനും അങ്ങനെ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ഈ സിനിമ കൊടുക്കുന്നുണ്ട്. സോ ഒരു അൺസൺ ഹീറോസ് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ മോഡിലുള്ളൊരു സാധനമാണ്. ഇതേപോലത്തെ കുറേ നമ്മൾ ഈ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള, ഒരുപാട് ജയിച്ചവരുടെ കാര്യം മാത്രമേ കേട്ടിട്ടുള്ളൂ. അല്ലാതെയുള്ള മറ്റു കുറേ ഹീറോസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്, അങ്ങനത്തെ കുറേ രാജാക്കന്മാരുണ്ട്. ആ രീതിക്കുള്ളൊരു കഥ പറച്ചിൽ ശൈലിയാണ് ഈ സിനിമ. ആൻഡ് പീരീഡ് പടങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മൂവി എടുക്കുമ്പോൾ ബോളിവുഡ് എപ്പോഴും ഷൈൻ ചെയ്യാറുണ്ട്. അത് ഒരിക്കൽ കൂടി ഈ സിനിമയിൽ കാണിച്ചെന്ന് പറയും. നല്ല ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള സിനിമ. ആൻഡ് വളരെ നല്ല സ്റ്റോറി ടെല്ലിങ്. നമുക്ക് എവിടെ വരെ ലാഗ് ഫീൽ ചെയ്യാതെ, നമുക്ക് വലിപ്പിക്കാതെ, അനാവശ്യമായിട്ടുള്ള സീക്വൻസുകളൊന്നും വെക്കാതെ ആ ഒരു എപ്പിക് ഫീൽ നമുക്ക് എപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ പോകുന്നത്. സോ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി ബോർഡിൻ്റെ സിനിമയ്ക്ക്. ആൻഡ് അപ്പാർട്ട് ഫ്രം എവരിത്തിങ്, ഈ സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിക്കി കൗശൽ പെർഫോമൻസ് ആണ്. ആൾ എല്ലാ പടത്തിലും മൂപ്പരുടെ എല്ലാം അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അലറിയിട്ട് ഇതിൻ്റെ ഈ ചാവ എന്നുള്ള ഇതിൻ്റെ ട്രാൻസ്ലേഷൻ തന്നെ ലയൺ കബ് എന്നാണ്, സിംഹക്കുട്ടി. ശരിക്കും ഒരു സിംഹക്കുട്ടിയായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ നമ്മുടെ കങ്കുവയിൽ സൂര്യ എത്ര അലറിയിട്ടുണ്ടോ അതിൻ്റെ ഒരു 10 മടങ്ങ് മൂപ്പിൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റേലും നമുക്കത് ഫീൽ ചെയ്യില്ലായിരുന്നെങ്കിൽ, ചങ്ങായി പാവം വെറുതെ കുറേ കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയെങ്കിൽ, ഇതിലങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് അതേപോലെ തന്നെ കിട്ടും, നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ആളുടെ എനർജി കാണുന്നത് നമുക്കും കൂടി കിട്ടുന്നുണ്ട്. ആ രീതിക്കാണ് മൂപ്പര് വെറുതെ അലറൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്ററിലും. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, ഇപ്പോൾ ആൾ ഫുൾ ചെയിൻഡാണ്, ഒരു 100-500 പേരുടെ ഇടയിലാണ് ആൾ നിൽക്കുന്നത്. ഒരു തരത്തിൽ ആൾ രക്ഷപ്പെടാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞാലും ആളുടെ അടുത്ത് പോയി നിൽക്കാൻ നമുക്കൊരു പേടി വരില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ചങ്ങായി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അത് പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ ഈ ബാക്കിയുള്ള സബ്ബായിട്ടുള്ള ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന കുറേ സെറ്റപ്പ് ഉണ്ടല്ലോ, അവരുടെ ഉള്ളിലടക്കം ഉണ്ടാവുന്ന ഫിയർ അതേപോലെ തന്നെ എടുത്തു കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ അത്രത്തോളം ആ പവർ പാക്ഡ് ആയിട്ട്, അത്രത്തോളം എനർജറ്റിക് ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ തുടക്കം മുതൽ ഡെലിവർ ചെയ്ത് അവസാനം കൊണ്ട് എൻഡ് ചെയ്യും നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വിക്കി കൗശൽ ഈ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ രജിസ്റ്റർ ആയിട്ടുള്ളത്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് പെർഫോമൻസ്, വൺ ഓഫ് ദി ഗ്രേറ്റ് പെർഫോമൻസ് എന്ന് പറയും ആളുടെ കരിയറിൽ വെച്ച് തന്നെ. എൻ്റെ ആളെ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാവരും തന്നെ കിടിലൻ കുറേ സബ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, ആളുടെ കൂടെ നിൽക്കുന്നവർ, ആളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ഔറംഗസീബായിട്ട് നമ്മളെ അക്ഷയ് ഖന്നയൊക്കെയാണ്. മേക്കപ്പ് കൊണ്ട് ആളെ മനസ്സിലാവുന്നേ ഇല്ല. ദെൻ രശ്മിക മന്ദാന ഒരു നീറ്റായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ക്യാരക്ടറൈസേഷനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അവരുടെ പെർഫോമൻസിൻ്റെ കാര്യം ഒന്നും പറയത്തില്ല. എൻ്റെ ഒരു ഹിസ്റ്റോറിക് എപ്പിക് ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടി AR റഹ്മാൻ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ള സ്കോർസും ഗംഭീരം. എനിക്ക് ഈ സിനിമയിൽ ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നി. ഇതിൻ്റെ നറേഷനിലോ ഇതിൻ്റെ മേക്കിങ്ങിലോ ആ ഒരു ഗ്രാൻഡിയറിലോ ഇതിലെ പെർഫോമൻസിലോ ഒന്നുമല്ല. VFXൽ ചില പോർഷൻസിൽ ചില പോരായ്മകൾ, അത് പിന്നെയും പോട്ടേന്ന് വയ്ക്കാം. ചില സമയത്ത് ഓക്കെ, ചിലപ്പോൾ ബഡ്ജറ്റൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ആക്കിയിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ ആക്ഷൻ സീക്വൻസുകളുടെ ചിത്രീകരണമാണ്. അതിൽ ഒരു തേർഡ് ആക്ട് വരെ ഓക്കെ, അതുവരെയുള്ള സാധനങ്ങൾ, ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആക്ട്, അവസാനത്തെ ഒരു 40 മിനിറ്റിന് മുമ്പുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഓവർ ദി ടോപ്പായിട്ടാണ് ഇതിൽ ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്ത് വെക്കുന്നത്. അതായത് ഒന്നുമില്ല, സിമ്പിളി പറഞ്ഞാൽ കയറി കെട്ടി തൂങ്ങിയിട്ടുള്ള പരിപാടിയില്ലേ, അത് ഒഴിച്ചു നിർത്തിയാൽ അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം ഇത് നമുക്ക് കുറേ കണ്ടിട്ട് നമുക്കറിയാം ഇത് കയറി കെട്ടുകയാണെന്ന് അറിയാമോ. സോ എങ്ങനെ പോലും ഒരാൾ അത്രയും ചാടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത്രയും ആ ഒരു വെറുതെ 4 പേര് വെള്ളത്തിൽ നിന്നൊക്കെ ചാടിയിട്ടും ആകാശത്ത് നിൽക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ സിനിമയിൽ കുറച്ച് വരുന്നുണ്ട്. സോ അത് എനിക്ക് പേഴ്സണലി ഒരു കല്ലുകടിയായിട്ട് തോന്നി. കാരണം ഇത്രയും അടിപൊളിയായിട്ട് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ആർട്ട് അടിപൊളിയാണ്, അവരുടെ സ്റ്റേജിങ് അടിപൊളിയാണ്, അതിൻ്റെ ആ ഒരു ഗ്രാൻഡിയർ അടിപൊളിയായിട്ട് ഇവർ കാണിക്കുന്നുണ്ട്. പല വാർഫെയർ സ്ട്രാറ്റജീസൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത്, ആ ഒരു ടെറൈൻ സെറ്റ് ചെയ്ത് കാണിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ പോസ്റ്ററിൽ കാണില്ലേ, പല ഒരു പച്ചമഞ്ഞ നീല എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാനും സിനിമ കാണുന്ന ഇതെന്താ ഇങ്ങനത്തെ ഗെറ്റപ്പുകളൊക്കെ വരുന്നതൊക്കെ വിചാരിച്ചു. സോ അത് ആ വാർഫെയറിൻ്റെ സെറ്റപ്പുകൾ അല്ലെങ്കിൽ വാർഫെയറിലെ ചേഞ്ചസ് ഒക്കെയാണ് സിനിമയിൽ കാണിച്ചിരുന്നത്. സോ അതൊക്കെ അടിപൊളിയായിട്ട് സിനിമയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കുറച്ച് ആക്ഷൻ സീക്വൻസുകളിൽ ഈ കയറി കെട്ടൽ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ട് സിനിമ ഫീൽ ചെയ്തേനെ. പക്ഷേ ആ ഒരു തേർഡ് ആക്ട് ഉണ്ടല്ലോ, ആ ഒരു 5000 വേഴ്സസ് 25 എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്, അത് സാധനം പൊളി. നമ്മൾ RRRലെ ഫസ്റ്റ് ആ ഒരു മോബ് ഫൈറ്റില്ലേ, ആ ഒരു സെറ്റപ്പ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എൻഗേജിങ് ആയിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു
കൺസ്ട്രെയിൻ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഉള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ ഗംഭീരം. ആൻഡ് അതിൻ്റെ ഒരു സ്റ്റേജിങ് ഉണ്ട്, ഇത്രയും പേരിങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ പൊളി സാധനം. അവസാനം കുറച്ച് പേരേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ ഈ ചങ്ങായിണ്ട്, അങ്ങനത്തെ ആ സ്റ്റേജിങ് അടിപൊളി. സോ ഇങ്ങനത്തെ ആ അവസാനത്തെ പോർഷനിലെ ആക്ഷൻ സീക്വൻസുകളിൽ കാണിച്ച അത്രയും തന്നെ റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചും കൂടി മുമ്പ് ഇറങ്ങിയ ആക്ഷൻ സീക്വൻസുകളിൽ കാണിച്ചിരുന്നെങ്കിൽ അതിൽ ത്രൂ ഔട്ട് സിനിമ ഭയങ്കര ഒരു ഓവർ ദി ടോപ്പ് ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്. അതില്ലാത്തത് കൊണ്ട് ഒരു ആവറേജ് അല്ലെങ്കിൽ അതിന് മുകളിലൊരു എക്സ്പീരിയൻസ് മാത്രമല്ല, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ആൻ ഔട്ട്സ്റ്റാൻഡിങ് മൂവി ഫോർ മീ. ആ ഒരു പോർഷൻ കൂടി ആക്ഷൻ സീക്വൻസുകൾ കൂടി കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. എങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര പടം തന്നെയാണ്. റീസെൻ്റ്ലി പുറത്തിറങ്ങിയ മറ്റ് ബോളിവുഡ് ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഫീൽസ് സോ ഗുഡ്. സോ തീർച്ചയായിട്ടും കണ്ടുപോകുക. പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഈ ക്യാരക്ടറിൽ നമ്മളൊരുമാതിരി വർഷിപ്പ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് എണീറ്റ് നിന്ന് ഒരു സല്യൂട്ട് അടിക്കാൻ പറ്റുന്ന പോലത്തെ ഉള്ള ഒരു ക്യാരക്ടറൈസേഷനാണ്. സോ ഗംഭീര സിനിമ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടുപോകുക. ഓൾറെഡി സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.